ഓണം സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഉരുളി തന്നെ വേണമെന്നൊന്നുമില്ല. അടികട്ടിയുള്ള ഏതൊരു പാത്രത്തിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. അപ്പൊ തണുപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറിയിരിക്കണം. റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മുടെ ചിരകിയ തേങ്ങ. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. ഇനി ഇത് അരച്ചിട്ട് വരാം. അരച്ചു കഴിഞ്ഞ ശേഷം ഒരു സ്ട്രെയിനർ കൂടെ ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ നമുക്ക് ഒന്നാം പാൽ റെഡിയാക്കി എടുക്കാം. ഈ ബാക്കിയുള്ള പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര് ആ മിക്സി ജാറിലോട്ട് തന്നെ മാറ്റാം. ഇപ്പൊ ഞാൻ 3/4 കപ്പ് ആദ്യത്തെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ബാക്കി തേങ്ങാപ്പീരിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് നമ്മുടെ രണ്ടാം പാല് എനിക്ക് 1/2 കപ്പ് കിട്ടി. ഇനി 3-ാം പാൽ എടുക്കുന്നത് കടലപ്പരിപ്പ് വേവിച്ചെടുക്കാനാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ബാക്കി അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലും വേവിച്ചെടുക്കാം. ഇനി കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ കഴുകിയിട്ടില്ല. 1 കപ്പ് കടലപ്പരിപ്പ് ഒരു ചൂടായ ചീനച്ചട്ടിയിലോട്ട് ഇടുക. പച്ചമണം മാറും വരയ്ക്കും ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ തന്നെ തീ ഓഫ് ചെയ്യാം. ഒരുപാട് ചൂടായാൽ നമുക്ക് കടലപ്പരിപ്പ് വെന്ത് കിട്ടാൻ പാടാണ്. അപ്പോൾ പച്ചമണം മാറും വരയ്ക്കും മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം കഴുകാം. കഴുകിയ ശേഷം അതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് വേവിച്ചെടുക്കാനായിട്ടാണ്. ഇനി വേവിച്ചെടുക്കാൻ ഇതിലോട്ട് വെള്ളം ഒഴിക്കണം. ഞാൻ 3-ാം പാൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 കപ്പ് 3-ാം പാല് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി 2 കപ്പ് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ 3-ാം പാൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 കപ്പും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. ആവി വരുമ്പോൾ വിസിലിട്ട് കൊടുക്കാം. 4 വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അലിയിച്ച ശേഷം ഒന്ന് അരിച്ചെടുക്കണം. തിളപ്പിക്കേണ്ട, ഇതുപോലെ ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി. അപ്പൊ തന്നെ തീ ഓഫ് ചെയ്യാം. ഒരു സ്ട്രെയിനറിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി ചവ്വരി ഇടുന്നുണ്ട് എങ്കിൽ അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവുമ്പോൾ 1/4 കപ്പ് ചവ്വരി കഴുകിയ ശേഷം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയാൽ ചെറിയ തീയിലോട്ട് വെക്കാം. ഒരു 10 മിനിറ്റിൽ ചവ്വരി ഒരു ട്രാൻസ്പെറന്റ് കളറാവും. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഉരുളി വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് ചവ്വരി അപ്പുറത്തെ ഒരു അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പാത്രം വെക്കാം. അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇതിലോട്ട് ഞാൻ ഒരു കൈപ്പിടി കാഷ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് കളർ മാറും വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കാഷ്യൂ വറുത്ത ശേഷം നിങ്ങൾക്ക് തേങ്ങ കൊത്തും വറുത്തെടുക്കാം, മുന്തിരിയും വറുത്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള നെയ്യിൽ നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഒരു നല്ലപോലെ ഒരു തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടലപ്പരിപ്പ് ഞാൻ ഇവിടെ 3/4 ഭാഗം മാത്രമേ ഉടച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഉടച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് വറ്റും വരയ്ക്കും ഒന്ന് വറ്റണം, അതിലുള്ള വെള്ളം. അപ്പം അത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പുറത്തെ ചവ്വരി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. കടലപ്പരിപ്പ് ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ചേർക്കരുത്, ടേസ്റ്റ് നോക്കി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പൊ ഞാനിവിടെ 1/2 കപ്പാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇനി ശർക്കരപ്പാനി ഒന്ന് തിളയ്ക്കണം. മീഡിയം തീയിലിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് 2-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കാം. ഇതിന്റെ കൂടെ തന്നെ ചവ്വരി വേവിച്ചതും കൂടെ ചേർക്കുകയാണ്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കാം. ഈ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരം അനുസരിച്ച് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അവസാനം നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി കഴിഞ്ഞും മധുരം കുറവാണെങ്കിൽ ശർക്കര അലിയിച്ച് ശേഷം ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് മധുരം കൂടാതെ നോക്കുക. ടേസ്റ്റിന് അനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം 2-ാം പാല് ഒന്ന് വറ്റി വരുമ്പോഴാണ് 1-ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് മതി, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്.
അപ്പോൾ രണ്ടാം പാല് ചേർത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ വറുത്ത് വെച്ച കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും മുന്തിരിപ്പരിപ്പും ഉണ്ടെങ്കിൽ എല്ലാം ഈ സമയം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സായി ഒന്നാം പാലൊന്ന് ചൂടായാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് ഞാനിവിടെ ചുക്കുപൊടിയും ചേർക്കുന്നുണ്ട്, ഏലക്കപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചുക്കുപൊടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങിയ പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും 4 ഏലക്കയും കൂടെ പൊടിച്ചാണ് ചേർക്കുന്നത്. ഇപ്പൊ നമ്മുടെ കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാം ഈ ഓണത്തിന്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.